വയനാടിന്റെ അതിർത്തി ജില്ലയായ നീലഗിരിയിൽ കാട്ടാന ദുരിതം വിതച്ചു എന്ന വാർത്ത. പന്തല്ലൂർ ഗൂഡല്ലൂർ മേഖലയിലാണ് വ്യാപകമായ കൃഷിനാശം ആനയുണ്ടാക്കിയത്. വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്ക്രീനിലേക്ക് ആന വന്നു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആന നമ്മുടെ ടാറിട്ട റോഡിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കേരളത്തിലിപ്പോൾ ഒരു സാധാരണ കാഴ്ചയായി മാറിക്കഴിഞ്ഞു. രാഹുൽ സുരേഷ് വയനാട്ടിൽ നിന്ന് ചേരുന്നു. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരുപാട് കൃഷി നശിച്ചോ? വയനാട് വൈത്തിരിയിൽ കടുവ ഇറങ്ങി എന്ന വാർത്ത അല്പം മുമ്പാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് വയനാടിന്റെ അതിർത്തി ഗ്രാമമായ നീലഗിരിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. പന്തല്ലൂർ ഗൂഡല്ലൂർ മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ രാത്രി ദേവരശോല മച്ചിക്കോലി പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. വ്യാപകമായി ഈ പ്രദേശത്ത് കൃഷി നശിപ്പിച്ചു എന്നാണ് കർഷകരുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ കുരുമുളക്, കമുക് എന്നിവ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുരുമുളകും കമുകും ഉൾപ്പെടെ വ്യാപകമായി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം ഈ പ്രതിഷേധവുമായി നാട്ടുകാർ എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായി സമാനതകളില്ലാത്ത ദുരിതമാണ് ഇവിടെയുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ കാട്ടാനയുടെ ശല്യം തുടർച്ചയായി ഉണ്ടാകുന്നതെന്നാണ് കർഷകർ പറയുന്നത്. ഇതിനോടകം തന്നെ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കിയില്ലെങ്കിൽ തുടർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം. അതുമാത്രമല്ല, ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഉള്ളത്. താൽക്കാലികമായി അവിടെ നിന്നും കാട്ടാനക്കൂട്ടം പിൻവാങ്ങിയെങ്കിലും വീണ്ടും ഈ പ്രദേശത്തേക്ക് തന്നെ ഇവ എത്തുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് ആശങ്കയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും വനം വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അത് ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനായിരിക്കും ഈ മേഖല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. SKN.